നമസ്തേ. കാലം അതിവേഗം കുതിച്ചു പായുകയാണ്. ഒരുപക്ഷെ നാമൊക്കെ ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിലേക്കായാലും എത്രയോ പ്രയോജനകരമായ അല്ലെങ്കിൽ എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് കഴിഞ്ഞു പോകുന്നത്. അവരുടെ ഒരു കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് 10ാം ക്ലാസ് പഠനം. ഒരുപക്ഷെ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലോട്ടും നമ്മുടെ കുട്ടികളെ അയക്കുമ്പോൾ ധാരാളം രക്ഷിതാക്കൾക്കും ധാരാളം ആവലാതികളും ധാരാളം പ്രതീക്ഷകളുമുണ്ട്. എൻ്റെ കുട്ടി ഏറ്റവും നല്ല പൊട്ടൻഷ്യലുള്ള ആളാണ്, ഏറ്റവും നല്ല കഴിവുള്ള ആളാണ്, നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള ആളാണ്, പലവിധ കഴിവുകൾ ആ കുട്ടിക്കുണ്ട്. പക്ഷേ ഏത് സ്ട്രീം എടുക്കണം, ഏത് മേഖലയിലോട്ടാണ് മാറേണ്ടത്? എൻജിനീയറിങ്ങിനും മെഡിക്കലിനും റിസർച്ചുകൾക്കും അപ്പുറമൊക്കെയുള്ള 2028-30 കാലഘട്ടത്തിലൊക്കെ ഏത് മേഖലയിലായിരിക്കണം എൻ്റെ കുട്ടി വളരേണ്ടത്? എല്ലാവർക്കുമുള്ള സംശയങ്ങളാണ്. നമ്മുടെ കുട്ടി 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. എങ്ങനെയായിരിക്കണം 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലും നാം തരണം ചെയ്യേണ്ടത്? എൻ്റെ കൂടെയുള്ളത് നിങ്ങളുടെ പ്രിയപ്പെട്ട ജോബി സെബാസ്റ്റ്യൻ സാറാണ്. സാറെ സ്വാഗതം. നമസ്കാരം. നമ്മളൊക്കെ പഠിച്ച കാലഘട്ടത്തെക്കായാലും എത്രത്തോളവും ബൗദ്ധികമായ ഉന്നത നിലവാരം പുലർത്തുന്നതാണ് നമ്മുടെ കുട്ടികൾ. ഒരുപക്ഷെ അവർക്ക് കടന്നു ചെല്ലേണ്ട വഴികളെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണകളും ഉണ്ടായിരിക്കാം ആരാകണമെന്നുള്ള കാര്യത്തിൽ. പക്ഷേ അവരുടെ തിരഞ്ഞെടുപ്പിൽ ഏത് സമയത്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്? കാരണം എല്ലാ രക്ഷിതാക്കൾക്കുമുണ്ട് ഏറ്റവും വൈശിഷ്ട്യമായത് എന്തോ അതായിരിക്കണം എൻ്റെ കുട്ടിക്ക് കിട്ടേണ്ടത്. ആ ഒരു ഉൾക്കാഴ്ചയിൽ നമുക്ക് 11ാം ക്ലാസ് 12ാം ക്ലാസ്സിലോട്ടുള്ള പഠനം ഒരു കുട്ടിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? കാരണം 12ാം ക്ലാസ്സിന് ശേഷം ഏതാണെങ്കിലും ഒരു പ്രവേശന പരീക്ഷയെ അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ. ആ ഒരു രീതിക്കാണെങ്കിൽ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അദ്ദേഹം 11ാം ക്ലാസ് 12ാം ക്ലാസ്സിന് കൊടുക്കേണ്ട പ്രാധാന്യം അതെന്തായിരിക്കും? 10ാം ക്ലാസ്സിൽ നമ്മൾ പഴയ കാലങ്ങളിൽ ഒരുപക്ഷെ ഒരു 15-20 വർഷം മുമ്പൊക്കെ നമ്മുടെ ഉദ്ദേശം 10ലെ SSLC പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ CBSEയുടെ ബോർഡ് എക്സാമിന് മാക്സിമം സ്കോർ ചെയ്യുക എന്ന് മാത്രമായിരുന്നു. അതിനുശേഷം മാത്രമായിരുന്നു നമ്മൾ +1 അല്ലെങ്കിൽ കോളേജിൽ പ്രീ ഡിഗ്രിയിലേക്കൊക്കെ ചെല്ലുമ്പോഴാണ് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. അതായത് ഇപ്പം എൻട്രൻസ് എക്സാമിനേഷൻസ് അന്നുകൊണ്ട് മെഡിസിൻ എഞ്ചിനീയറിംഗ് മേഖലയിലേക്കൊക്കെ പോകാൻ അപ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ മാർക്കൊക്കെ കണ്ടു കഴിയുമ്പോൾ അതിൽ സയൻസൊക്കെ ഇഷ്ടപ്പെട്ട കുട്ടികൾ, മാത്തമാറ്റിക്സിനൊക്കെ കൂടുതൽ സ്കോർ ചെയ്യുന്ന കുട്ടികൾ, ഓരോ മെഡിസിൻ എഞ്ചിനീയറിങ്, അതുപോലെ മറ്റ് ചില അപ്പം മാർക്ക് അല്പം കുറഞ്ഞവരോ അല്ലെങ്കിൽ മറ്റ് ചില പ്രൊഫഷനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിവുള്ളവരോ ഒക്കെ അതിനനുസരിച്ച് മറ്റ് സ്ട്രീമുകളിലേക്കും പോകുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വന്നു, വലിയ രീതിയിലുള്ള മാറ്റം വന്നു. നേരത്തെ പ്ലാൻ ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, നല്ലൊരു റിസൾട്ട് നമുക്കുണ്ടാവണം. അപ്പോൾ പ്ലാനിങ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് ഇപ്പോൾ 9ാം ക്ലാസ് 10ാം ക്ലാസ് എസ്പെഷ്യലി 10ാം ക്ലാസ്സിന് ശേഷം കുട്ടികൾ അപ്പോൾ 11-12ലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഇപ്പം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ, ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ, അത് എൻജിനീയറിങ്ങുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, മെഡിസിനുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഈവൻ ലോ ആയിക്കോട്ടെ, ഡിസൈനിങ് ആയിക്കോട്ടെ, റിസർച്ച് മേഖല ആയിക്കോട്ടെ, അധ്യാപന മേഖല പോലും ആയിക്കോട്ടെ, ഏത് മേഖലയിലേക്ക് നമുക്ക് കടന്നു ചെല്ലണമെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ഒരു പ്രവേശന പരീക്ഷ അത് നിർബന്ധമാണ്. നമുക്ക് ഒരു സ്ഥാപനം നല്ലതാണോ എന്നറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അവിടെ പ്രവേശനം കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടുത്തെ എൻട്രൻസ് എക്സാമിനേഷൻസ് കൂടുതൽ കുട്ടികൾ അപ്പിയർ ചെയ്യും. അതിൽ നമുക്ക് വിജയിച്ച് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ആ സ്ഥാപനം വളരെ മികച്ചതാണ്, അവിടെ പഠിച്ചാൽ ജോലി ഉണ്ട്. ജോലി കിട്ടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു തൊഴിൽ കൊടുക്കുന്ന ആളായി മാറുക എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചെറുപ്പക്കാരുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ പേരൻസും ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. അതായത് 10ാം ക്ലാസ്സിന് ശേഷം ഇപ്പം നമ്മൾ 10ാം ക്ലാസ് മാർച്ചിൽ കൊണ്ട് പരീക്ഷ കഴിയുന്നു, പിന്നീട് മെയ് മാസത്തിലൊക്കെ റിസൾട്ട് വരുന്നു, അല്ലെങ്കിൽ ജൂണിൽ റിസൾട്ട് വരുന്നു, ജൂലൈയിലൊക്കെ ആകും. ഇപ്പം നമ്മൾ സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളെ സംബന്ധിച്ച് ജൂലൈ ആദ്യ വാരത്തിലൊക്കെയാണ് സാധാരണ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ അത് പതുക്കെ ജൂലൈ ഓഗസ്റ്റ് കഴിയുമ്പോഴത്തേനും ഓണമാകുന്നു. അപ്പോൾ അത് ഒരു 6-7 മാസം മാത്രമേ ക്ലാസ് അവിടെ റെഗുലറായിട്ട് +1 നടക്കുന്നുള്ളൂ. +1നും സ്റ്റേറ്റ് സ്ട്രീം ആണെങ്കിൽ ബോർഡ് എക്സാം ഉണ്ട്. അത് മാർച്ച് ആദ്യ ആഴ്ച തന്നെ ആരംഭിക്കും. അതിന് മുമ്പ് അവർക്ക് അതിനുള്ള മോഡൽ പരീക്ഷകൾ നടക്കുന്നുണ്ട്. പിന്നെ മാർച്ചിന് ശേഷം ഏപ്രിലും മെയ്യും ഇപ്പം പഴയ പോലെ വെക്കേഷൻ കാലത്തെ ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ല. വീണ്ടും ജൂണിലാണ്. അപ്പോൾ സെക്കൻഡ് ഇയർ ആരംഭിക്കുന്നു. സെക്കൻഡ് ഇയർ തിയറി
ക്ലാസ്സുകൾ നടക്കുന്നു. സയൻസ് സ്ട്രീമിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ലാബുകൾ 4ഉം 5ഉം ലാബുകളുണ്ട്. അതുപോലെ സ്കൂളിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ സോഷ്യലൈസേഷനും ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റും ഒക്കെയാണ് സ്കൂളിൽ ഒരു പൊതുവായിട്ടുള്ള രീതിയിൽ കുട്ടികളുടെ ഒരു പുരോഗതി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ മറ്റ് ആക്ടിവിറ്റീസും എല്ലാം കയറി വരുന്നു. അതിന് ശേഷം അതിൻ്റെ ഒപ്പം കുട്ടികൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ച് അവർ +2 കഴിഞ്ഞിറങ്ങുന്ന ഒരു രീതിയാണ്. അങ്ങനെ ഇറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള ഈ സ്ഥാപനങ്ങളിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മലയാളി അല്പം പിന്നോക്കം പോകുന്നുണ്ട്. തന്നെയുമല്ല, ഈ കുട്ടികളിൽ പലരും ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഇതിന് ശേഷം ഞാനിപ്പോൾ +2 ആണ് പഠിക്കുന്നത്, ഇതിന് ശേഷം ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ ഏത് കോഴ്സാണോ അല്ലെങ്കിൽ ഏത് പ്രോഗ്രാമാണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് സ്ഥാപനമാണോ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ടേക്ക് പോയിക്കൊള്ളാം എന്ന്. അപ്പോൾ ഞാൻ അതിനകത്തൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖല JEE നമുക്കറിയാം, IITകളാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ. JEE കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 40-50 വർഷത്തിനുള്ളിൽ JEE എക്സാമിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. എനിക്ക് തോന്നുന്നു ഒരു തവണയേ ഉള്ളെന്ന് തോന്നുന്നു റിപ്പീറ്റർ 1ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. ഒരു തവണയോ. നമ്മളിപ്പോൾ 100-ൽ 80 അല്ലെങ്കിൽ 80-ന് മുകളിലും ഫസ്റ്റ് ചാൻസ് ഉള്ള ആളുകളാണ് കിട്ടുന്നത്. അപ്പം നമുക്കറിയാം +2 കഴിയുമ്പം തന്നെ ഉള്ള ആളുകളാണ്. അത് ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷ. നമ്മൾ ഏതായാലും ഈ കൂടെ ചിന്തിച്ചിട്ട് കാര്യമില്ല, കാരണം മലയാളിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന റിപ്പീറ്റൊക്കെ ചെയ്ത് വരുന്ന കുട്ടികൾ, അപ്പോൾ ഈ റിപ്പീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മെഡിസിൻ എഞ്ചിനീയറിംഗ് മാത്രമല്ല, ഡിസൈനിങ്ങിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നു, ലോയ്ക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നു, മാനേജ്മെൻറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നു. അതെല്ലാ മേഖലയിലും ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ മെഡിസിൻ എഞ്ചിനീയറിംഗ് കൊണ്ട് തന്നെ ആവില്ല, അല്ലെങ്കിൽ അത് തന്നെയല്ല കരിയർ മേഖലകൾ എന്നുള്ളത് പൊതുവേ സാമാന്യ ജനത്തിന് ബോധ്യപ്പെട്ട് വന്നിട്ടുണ്ട്. ആ ഒരു അറിവും കാര്യങ്ങളും ഒക്കെ ആ ഒരു എക്സ്പോഷറൊക്കെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് അവർ ആ രീതിയിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ 10ാം ക്ലാസ്സിൽ കൃത്യമായിട്ടൊന്ന് പ്ലാൻ ചെയ്താൽ +1 +2 കഴിയുമ്പോൾ തന്നെ, ഈ 2 വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷ തീർച്ചയായിട്ടും നമുക്ക് +1 +2 കഴിയുമ്പോൾ തന്നെ നമുക്കൊരു പ്രവേശനം കിട്ടത്തക്ക രീതിയിലായിരിക്കണം നാം പ്ലാൻ ചെയ്യുന്നത്. ഒരല്പം കിട്ടാതെ വന്നാൽ, ഒരു കുറച്ച് മാർക്കിനോ കുറച്ച് റാങ്കിങ്ങിനോ കിട്ടാതെ വന്നാൽ മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായും. എന്നാലേ നമുക്ക് അവിടെ റിസൾട്ട് ഓറിയന്റഡ് ആവുള്ളൂ. നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഒരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വർഷങ്ങൾ കളയുന്നത്. അവിടെയും നമുക്ക് പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ചാൻസിൽ കിട്ടുമ്പോൾ നമുക്ക് ആക്ച്വലി അതൊരു ബോണസാണ്. നമ്മളിപ്പോൾ +2 കഴിയുന്ന കൂടെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്കിയായിട്ടാണ് നമുക്ക് ഈ പ്രവേശനം കിട്ടുന്നത്. ഇനി റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്ത് മറ്റു പല പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒരു +2വിൻ്റെ കൂടെ ഇപ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷനും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ട്. +1നും +2വും ഒരുമിച്ച് കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ എൻട്രൻസുമായി ബന്ധപ്പെട്ട് അത് എല്ലാ മേഖലകളിലും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർ നേരത്തെ ക്ലാസ് തുടങ്ങുകയാണ്. ഏപ്രിൽ മാസത്തിൽ, അതായത് മാർച്ചിൽ പറഞ്ഞതുപോലെ ഈ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സിൻ്റെ ഒരു കുറവ് ഉണ്ടാകുന്നില്ല. അതായത് ഏപ്രിൽ മാസം ക്ലാസ് തുടങ്ങുന്നു. ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ സയൻസ് സ്ട്രീമിൽ ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏപ്രിൽ മാസം അവന് ക്ലാസ് തുടങ്ങുന്നു. തീർച്ചയായിട്ടും ഡിസംബർ 31 ഫസ്റ്റ് ഇയർ അവസാനിച്ചു. അതിനുള്ള ഒരു ടൈമുണ്ട്. അപ്പോൾ ഈ കുട്ടി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അവൻ്റെ അക്കാഡമിക്സ് മാത്രമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്ക് ഒരു കുട്ടി വരുന്നുണ്ടെങ്കിൽ അവൻ അക്കാഡമിക്സ് മാത്രമായിരിക്കണം ലക്ഷ്യം. കാരണം മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒരു പരിധി കൂടുതൽ നമുക്ക് സമയം ഉണ്ടാവില്ല. നമുക്ക് പല കാര്യങ്ങൾ ചിന്തിച്ച് പോയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇനി അത് സാധിക്കുന്ന കുട്ടികളുണ്ടാവും. അതായത് ചില കുട്ടികളെ സംബന്ധിച്ച് അവർ പല കാര്യങ്ങളിൽ ചിലപ്പം പാട്ട് പാടാൻ അറിയുന്ന കുട്ടി നന്നായിട്ട് അക്കാഡമിക്സ് മുന്നോട്ട് കൊണ്ടുപോകുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ളവരുണ്ടാവും, എക്സെപ്ഷണലായിട്ടുണ്ടാവും. എന്നാലും പൊതുവെ അവർക്ക് ഈ ഒരു അക്കാഡമിക്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ ഡിസംബറിൽ ക്ലാസ്സുകൾ അവസാനിക്കുന്നു. വീണ്ടും ജനുവരിയിൽ സെക്കൻഡ് ഇയർ ആയിരിക്കും ആരംഭിക്കുന്നത്. ആ ആരംഭിക്കുന്ന സെക്കൻഡ് ഇയർ ഒരു സെപ്റ്റംബർ 30 അല്ലെങ്കിൽ ഒക്ടോബർ ഫസ്റ്റ് വീക്ക് കൊണ്ട് അവസാനിക്കുന്നു. JEE സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പരീക്ഷ എഴുതുന്ന അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പോകുന്നൊരു കോഴ്സാണ് എഞ്ചിനീയറിംഗ് കോഴ്സ്. അതിൻ്റെ ഹൈറാർക്കിക്കൽ ഓർഡറിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് IITs ആണ്. IITs അതിന് താഴെ NITs ആണ്. അപ്പോൾ അങ്ങോട്ടുള്ള ഒരു പ്രവേശനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്പെൽ എക്സാം എന്ന് പറയുന്നത് ജനുവരി 2 ബോർഡ് എക്സാമിന് മുമ്പാണ്, 3rd വീക്കാണ്. അപ്പോൾ ഈ ഒക്ടോബറിൽ ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ നവംബർ ഡിസംബർ
പ്രിപ്പയർ ചെയ്യാൻ നല്ല രീതിയിൽ അവന് റിവിഷൻ റെപ്പറ്റീഷൻ നടത്തി മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് മാക്സിമം ടെസ്റ്റുകൾ നമ്മൾ പഠിക്കുന്നതിലും പ്രധാനപ്പെട്ട കാര്യമാണ് പരീക്ഷകൾ എഴുതി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം സോൾവിങ് ആണ്. പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ് ഒരു പ്രവേശന പരീക്ഷയെ സംബന്ധിച്ച് എത്രയധികം പരീക്ഷകൾ അവൻ എഴുതാൻ സാധിക്കുന്നുണ്ടോ അതാണ് വിജയം. തിയറി പഠിക്കുക എന്നുള്ളതല്ല, കോൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ പിന്നെ ആ ഒരു ഭാഗത്തേക്ക് പോകേണ്ട കാര്യമില്ല, പരീക്ഷകൾ എഴുതിക്കൊണ്ടേയിരിക്കാം. അതിനുള്ളൊരു സമയം കിട്ടും. ഒരു 2-2.5 മാസം കിട്ടിക്കഴിയുമ്പോൾ അവന് ആ ഫസ്റ്റ് സ്പെല്ലിൻ്റെ പ്രത്യേകത എഴുതുന്ന കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. കാരണം പലരും ബോർഡ് എക്സാമിന് ശേഷമാകട്ടെ പിന്നെ ചിലർ പറയും പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയില്ല. അപ്പോൾ ഒരു ഹൈ പെർസെൻറ്റൈൽ സ്കോർ റിക്കേർഡ് പെർസെൻറ്റേജിൽ ഒരു 99 അടുത്തൊക്കെ അല്ലെങ്കിൽ 99 ഒക്കെ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ജെഇ അഡ്വാൻസ്ഡ് എക്സാം നടക്കുന്നത് ജൂൺ 4.5 മാസത്തോളം ഏതായാലും കിട്ടും. ആ ഒരു സമയത്തേക്ക് ഈ ജെഇ അഡ്വാൻസ്ഡിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ ഒരു 1.5 വർഷം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 2 വർഷത്തെ കോഴ്സ് എന്ന് പറഞ്ഞാലും ഈ ഒക്ടോബറിലൊക്കെ തീരുന്നതുകൊണ്ട് അല്ലെങ്കിൽ നവംബറിൽ തീരുന്ന 1.5 വർഷം കൊണ്ട് തന്നെ അവൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു. ഈ ഫസ്റ്റ് ഇയർ ഈ ജനുവരിയിലെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ബോർഡ് എക്സാമിൻ്റെ ടൈമാണ്. അപ്പോൾ ക്ലിയറായിട്ട് ബോർഡ് എക്സാം എഴുതി വീണ്ടും ബാക്കി ജെഇ അഡ്വാൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് അവനെ ക്ലിയർ ചെയ്ത് പോകാമെന്നേ ഉള്ളൂ. അതേസമയം ഈ ഒരു കുട്ടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ 1 വർഷം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം റിപ്പീറ്റിൻ്റെ പ്രോഗ്രാം സാധാരണ ഒരു ജൂൺ അവസാനം ജൂലൈ ഒക്കെയാണ് സാധാരണ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ആരംഭിക്കുന്നത്. റിസൾട്ടൊക്കെ വരുമ്പോഴാണ് ആരംഭിക്കുക. അത് ആരംഭിച്ച് മിക്കവാറും അതൊരു നവംബർ 30 അല്ലെങ്കിൽ കാരണം ജനുവരി 15 അടുത്ത എക്സാം നടക്കുക. അപ്പം ഈ നവംബർ 30 കൊണ്ട് അവസാനിക്കും എന്ന് പറഞ്ഞാൽ 5 മാസം മൊത്തം എടുത്ത് +1 +2 ഒരു 100-നടുത്ത ചാപ്റ്റേഴ്സ് വരും. അപ്പോൾ അത്രയും ചാപ്റ്റേഴ്സ് ഈ ഒരു 5 മാസം കൊണ്ട് പഠിച്ചെടുക്കുക അല്ലെങ്കിൽ പഠിപ്പിച്ചെടുക്കുക അതിൻ്റെ പ്രോബ്ലം ചെയ്ത് വരിക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ വളരെ ഷോർട്ട് പീരീഡാണ്. മറ്റേത് 2 വർഷത്തോളം സമയമുണ്ട്. അപ്പം അതിനിടയ്ക്ക് സ്കൂളിലെ കാര്യങ്ങളെ ഉണ്ടെന്നുള്ളൂ. അപ്പം നമ്മൾ പ്രൈമറി ആയിട്ട് ഈ ഒരു ജെഇ എക്സാമിനെ കാണുമെങ്കിൽ സെക്കൻഡറി ആയിട്ട് സ്കൂളിനെ കാണുകയും ചെയ്താൽ മതി. ആ രീതിയിൽ പോകണം. അല്ലെങ്കിൽ നമ്മൾ വിജയിക്കുക ഈ പറഞ്ഞ രീതിയിൽ ആദ്യത്തെ സ്ട്രീമിൽ പോയ കുട്ടിക്ക് വിജയിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ പേരൻസിൻ്റെ അടുത്തുള്ള ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അവർ നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത് പല സ്ട്രീമുകൾക്കും ഫസ്റ്റ് ഇയറിൽ ബോർഡ് എക്സാം ഇല്ല. അതുകൊണ്ട് കുട്ടികൾ ആദ്യം ആ സ്ട്രീമിൽ ചെന്ന് കഴിയുമ്പോൾ ഫസ്റ്റ് ഇയറിനെ അത്ര ലാഘവത്തോടെ കാണുകയില്ല. ഫസ്റ്റ് ഇയർ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ബോർഡ് എക്സാം വരുമ്പോഴാണ് അവർ പയ്യെ തിയറി പഠിച്ചു തുടങ്ങുന്നത്. പക്ഷേ എല്ലാ എൻട്രൻസുകൾക്കും +1-നും +2-നും തുല്യ പ്രാധാന്യം അല്ലെങ്കിൽ 40-60 എങ്കിലും 45-55 ഒക്കെ വരുന്നുണ്ട്. തന്നെയുമല്ല ജെഇ പോലൊരു എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ ഇന്നിപ്പോൾ സെക്കൻഡ് ഇയർ പഠിക്കുന്ന കുട്ടി സെക്കൻഡ് ഇയറിലെ ഒരു ചാപ്റ്റർ ഇന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിച്ചു തീർക്കുന്നതോടൊപ്പം ഫസ്റ്റ് ഇയറിൽ വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് പോകണം. രണ്ടും ഒരേ സമയത്ത് ഒരുമിച്ച് കൊണ്ടുപോകണം. അത് റിപ്പീറ്റിനെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവൻ സെക്കൻഡ് ഇയർ പഠിച്ചു വരുമ്പോഴത്തേനും ഫസ്റ്റ് ഇയറിൽ ഇതെല്ലാം കൂടെ 5 മാസം കൊണ്ട് തീർക്കേണ്ടതാണ്. ഇപ്പം ഈ പറയുന്ന ഒരു ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ പോവുകയാണെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ വളരെ നല്ലതാണ്. കാരണം ഈ ഒരു സെക്കൻഡ് ഇയർ പഠിക്കുന്നതിനൊപ്പം തന്നെ അതേ ദിവസം തന്നെ ഫസ്റ്റ് ഇയറിലെ ഒരു ടോപ്പിക് എടുത്ത് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്ത് പോയി അതുമായിട്ട് ഒരു പരിചയത്തിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ പോകാനൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ +2-ന് ശേഷം എന്താണെങ്കിലും എഞ്ചിനീയറിംഗ്, മെഡിക്കൽ അല്ലെങ്കിൽ റിസർച്ച് അങ്ങനെ പലവിധ സാധ്യതകൾ എല്ലാവരും നോക്കുന്നുമുണ്ട്. ഇപ്പോൾ സാറ് ജെഇയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജെഇ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ എഞ്ചിനീയറിംഗ് മേഖല അല്ലെ മെഡിക്കൽ മേഖലയൊക്കെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവർ തിരഞ്ഞെടുക്കേണ്ട സബ്ജക്റ്റുകൾ അതിൻ്റെ ഒരു പ്രാധാന്യം ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി അങ്ങനെ സബ്ജക്റ്റുകളുണ്ട്. അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? നമ്മൾ അപ്പം എഞ്ചിനീയറിംഗ് മേഖലയിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പരീക്ഷ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രമേ ഉള്ളൂ, ബയോളജി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ വരാവുന്ന ഒരു കോമ്പിനേഷൻ കൂടുതലും കാണുന്നത് ഒന്ന് കമ്പ്യൂട്ടർ സയൻസും മറ്റൊന്ന് ബയോളജിയാണ്. കുട്ടികൾ പൊതുവെ കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അതായത് ഈ കുട്ടികൾ 2030-ന് ശേഷം അല്ലെങ്കിൽ 30 മാത്രം 30 കഴിയുമ്പോഴത്തേനാണ് ഇവർ ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ 31-32 കാലഘട്ടത്താണ്. അപ്പോൾ നമ്മൾ ഒരു കാലത്ത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ സെപ്പറേറ്റ് ആയിട്ട് കോർ ബ്രാഞ്ചുകളും മാറി നിന്നിരുന്നു. പിന്നീട് ഇൻ്റർ ഡിസിപ്ലിനറി ആയി, ഇപ്പം മൾട്ടി ഡിസിപ്ലിനറിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഏക അവസരം +2-ലാണ്. അതിനുശേഷം ആരും ബയോളജി പഠിക്കുകയില്ല.
പഠിച്ചിട്ടില്ല ആണെങ്കിൽ പഠിക്കില്ല. അതേസമയം കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു പ്രത്യേകത അത് നമുക്ക് എപ്പോൾ വേണേലും പഠിക്കും. അത്യാവശ്യം കോഡിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവന് പിന്നെ അത് എഞ്ചിനീയറിംഗ് ചെല്ലുമ്പം അതിനൊരു സൗകര്യമുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ അല്പം ഒരു കോൺഫിഡൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നല്ലതാണ്. ബയോളജി പഠിക്കുകയാണെങ്കിൽ അതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം +2-ന് ശേഷം ധാരാളം സാധ്യതകളും ഉണ്ടാവും. എഞ്ചിനീയറിങ്ങിന് പോകാനാണെങ്കിലും അത് തന്നെ ബയോളജി പഠിക്കുകയാണ് നല്ലത്. പക്ഷേ പൊതുവേ കുട്ടികൾ അതിനോട് മടി പറയാറുണ്ട്. കാരണം ബയോളജി ലാബുണ്ട്, ബയോളജി കുറച്ചൊക്കെ ഡ്രോയിങ്സ് ഉണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്, ഫുൾ മാർക്ക് കിട്ടും, അങ്ങനെ പല കാര്യങ്ങൾ പറയാറുണ്ട്. എങ്കിലും ഈ ഒരു ആസ്പെക്റ്റിൽ കൂടുതൽ സാധ്യതകൾ തിരഞ്ഞെടുക്കാനായിട്ട് റിസർച്ചിന്റെ മേഖലയാണെങ്കിലും പിന്നീട് ബാംഗ്ലൂർ ഒക്കെ ആണെങ്കിലും ധാരാളം സാധ്യതകൾ. ഇപ്പോൾ IIT-കളൊക്കെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ മദ്രാസ് IIT തുടങ്ങിയിരിക്കുന്ന പ്രോഗ്രാം, അവിടെയൊക്കെ വരുമ്പം ബയോളജിയും കൂടെ വേണ്ടി വരും. അതായത് മൾട്ടി ഡിസിപ്ലിനറി ബ്രാഞ്ചുകൾ വരുമ്പോൾ ഇപ്പോൾ IIT-കളിലാണെങ്കിലും എല്ലാം ഉണ്ട്, ബയോടെക്നോളജി പോലുള്ള ബ്രാഞ്ചുകളും എല്ലാം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ബയോളജിയോട് അത്ര വെറുപ്പില്ല എങ്കിൽ ഏത് വേണേലും എടുക്കാം എന്നൊരു ഉണ്ടെങ്കിൽ, നമ്മൾ പ്രൈമറി ആയിട്ട് നമ്മൾ നോക്കുന്നത് ഒരു വളരെ സ്മാർട്ടായിട്ടുള്ളൊരു കുട്ടിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അക്കാഡമിക്കിൽ ഓറിയൻറ്റേഷൻ നന്നായിട്ട് കുട്ടിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്നത് JEE തന്നെയാണെങ്കിൽ നമ്മുടെ ഈ +2-ന് ബയോളജിയുടെ മാർക്ക് ഒരു കാര്യമേ അല്ല. കുറച്ചുകൊണ്ട് തീരെ താന്നു പോകുമൊന്നുമില്ല, അങ്ങനെ പേടിക്കാൻ വേണ്ട. ഇനി അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോവുക, അല്ലെങ്കിൽ ബയോളജിയാണ് നല്ലത്. കാരണം പിന്നീട് ഒരു അവസരം ഒരിക്കലും കിട്ടുകയില്ല. അത് നമുക്കത് പ്രത്യേകിച്ച് അബ്രോഡൊക്കെ നമ്മൾ കുട്ടികളിപ്പം പോകുന്ന നല്ല രീതിയിൽ ഹയർ സ്റ്റഡീസിനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത, പിന്നെ സാറ് പറഞ്ഞ പോലെ റിസർച്ച് മേഖലകളിലേക്കൊക്കെ എന്തായാലും ഒരു ബയോളജി കണ്ടൻറ്റ് എവിടെയാണെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊരു കാര്യമാണ്. പിന്നെ മെഡിക്കൽ സ്ട്രീമിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. ചില കുട്ടികൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജി, അങ്ങനെ ചില പ്രോഗ്രാമുകൾ എടുക്കുന്നുണ്ട്. മാത്തമാറ്റിക്സ് ടഫ് ആണെന്ന് വിചാരിച്ച് മെഡിക്കൽ എടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്തേക്കല്. മാത്തമാറ്റിക്സ് ഇല്ലാത്ത ഒരു കോമ്പിനേഷൻ എടുത്ത് നീറ്റ് ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം. അതായത് മാർക്ക് അല്പം കുറഞ്ഞു പോയാൽ പോലും ഒരിക്കലും നഷ്ടപ്പെടില്ല. പക്ഷേ ഫിസിക്സ് നമുക്കറിയാമല്ലോ, ഈ നീറ്റ് എന്ന് പറയുന്ന ഒരു ഹൈ സ്കോറിംഗ് എക്സാമാണ്. 720 റേഞ്ചിലേക്ക് നമ്മൾ എത്തണം. ഇത് ബയോളജി ബയോളജി ഫുള്ള് കിട്ടിയാൽ പോലും കെമിസ്ട്രി, ദെൻ ഫിസിക്സിൻ്റെ കോൺസെപ്റ്റ് നന്നായിട്ട് ആകണമെങ്കിൽ, ക്ലിയർ ആകണമെങ്കിൽ, അതുപോലെ അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ മാത്സിൻ്റെ കണ്ടൻറ്റ് നന്നായിട്ട് വേണം, മാത്സ് വേണം. അപ്പം മാത്സ് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു നീറ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അത് ലോ സ്കോർ ഇപ്പോൾ JEE പോലെയല്ല. ഇപ്പോൾ JEE സംബന്ധിച്ച് നമുക്കറിയാം ഔട്ട് ഓഫ് 300, JEE മെയിനെ സംബന്ധിച്ച് 300, 200 ആണെങ്കിൽ പോലും നമ്മുടെ കാലിക്കറ്റ് NIT-യിലൊക്കെ ഒരു നല്ല ബ്രാഞ്ച് കിട്ടാനുള്ള സ്കോറായി. പക്ഷേ നീറ്റ് അങ്ങനെയല്ല. 720 റേഞ്ചിലേക്ക് ഈ വർഷത്തേക്ക് നമ്മൾ കണ്ടതാണ് 720. കാരണം പ്രത്യേകിച്ച് ചില പോർഷൻസൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അടുത്ത വർഷവും നമുക്ക് അതിനടുത്ത സ്കോറൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പം ഒരു കാരണവശാലും മാത്സ് ഒഴിവാക്കിക്കൊണ്ട് ഉള്ള ഒരു ബയോളജിയെക്കുറിച്ച് ചിന്തിക്കരുത്. നമ്മളിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാലഘട്ടത്തെക്കാളൊക്കെ ബൗദ്ധികമായിട്ട് വളരെ ഉന്നത നിലവാരം തന്നെ പുലർത്തുന്നതാണ് നമ്മുടെ കുട്ടികൾ. പക്ഷേ ലക്ഷ്യവുമുണ്ട്, ലക്ഷ്യബോധവുമുണ്ട്. പക്ഷേ അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാൻ അവർ തയ്യാറാകുന്നുണ്ടോ? സാർ ഒരു +2 ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൾ എന്നുള്ള നിലയിൽ എത്രത്തോളം ഇവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ അറിയാം ഒരു ഇൻ്റഗ്രേറ്റിന് വേണ്ടി എടുക്കേണ്ട ഒരു ഹാർഡ് വർക്കിംഗ് തീർച്ചയായിട്ടും ഒരു എഫേർട്ട് കൂടുതൽ തന്നെയാണ്. അപ്പം ആ ഒരു എഫേർട്ടിൻ്റെ ഒരു പ്രാധാന്യം +1 +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ കൂടുതലായിട്ട് എടുക്കേണ്ട ആ എഫേർട്ട് എത്രത്തോളം കൂടുതൽ നമ്മൾ ഇപ്പം അവർക്ക് ധാരാളം മാധ്യമങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്, പല കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതൊക്കെ എല്ലാവരും തന്നെ ഉപയോഗിക്കുന്നുമുണ്ട്. നമ്മളൊന്നിനെയും നെഗറ്റീവായിട്ട് കാണുന്നുമില്ല. എല്ലാ കുട്ടികൾക്ക് അറിവ് തന്നെ നൽകുന്നതാണ്. പക്ഷേ ഇതിനിടയിൽ എവിടെയൊക്കെയോ +1 +2ൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നില്ലേ? നമുക്ക് ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളും ഉണ്ട്. കൃത്യമായിട്ട് അവർക്കൊരു പ്ലാനിങ് പോയില്ലേ? അതുണ്ട്, അത് സർവ്വം ശരിയാണ്. പക്ഷെ നമുക്ക് ഈ ഒരു പ്രത്യേകിച്ച് ഇതിൻ്റെ കൂടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിലൊക്കെ പോകുന്ന കുട്ടികൾ അവർ നല്ല രീതിയിൽ തന്നെ അവർ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സാർ പറഞ്ഞത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ദേശീയ പരീക്ഷകളിലെയും ടോപ്പ് റാങ്കുകൾ നോക്കിക്കഴിഞ്ഞാൽ +2 ആ സമയം കഴിയുന്നവരാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ആ ഒരു എഫേർട്ട് എടുക്കേണ്ടതിൻ്റെ അത്യാവശ്യവുമുണ്ട്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം പോലെ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ളവരാണെങ്കിലും
+1 +2 ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ കൊണ്ടുപോകേണ്ട പല പോയിന്റുകൾ സാറ് നമ്മളോട്ട് പങ്കുവെച്ചു. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം യഥാർത്ഥത്തിൽ 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം വ്യക്തവുമാണ്. കാരണം 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം 10ലെ റിസൾട്ടൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് മറ്റൊരു പ്രശ്നം വരാറുണ്ട്. കാരണം അവർക്ക് ഇപ്പോൾ ഫുൾ A+ കിട്ടുന്ന കുട്ടിയെ സംബന്ധിച്ച് അവന് കൺഫ്യൂഷനാണ്, ഏതിനുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡാണ് അവനുള്ളത്. നമ്മൾ ആ പോയിന്റിലോട്ട് തന്നെ ഏറ്റവും പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഒരുപക്ഷെ ഈ ചർച്ചകൾ പോലും നാം അതിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ വർഷം തന്നെ ഒരു വളരെയധികം കുട്ടികൾ എക്സ്ട്രാ ഓർഡറുകൾ തന്നെയായിരുന്നു. പക്ഷേ അവർ ആദ്യം +1 +2 പഠിച്ചപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി പഠിച്ചു. ആ സമയത്ത് JEE ഫോക്കസ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് ഇനി അടുത്ത വർഷം ഒരു വർഷം മെഡിക്കൽ ചെയ്യാമെന്ന് തോന്നി. അപ്പം +2 കഴിഞ്ഞു. അപ്പം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ JEEയും കിട്ടി, മെഡിക്കലും കിട്ടി. അപ്പോഴും അവനവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്, പാഷൻ എന്താണെന്ന് തിരിച്ചറിയാൻ മേലാത്തൊരവസ്ഥ. എവിടെയാണ് ഒരു കുട്ടിയുടെ പാഷൻ, ആറ്റിറ്റ്യൂഡ് ഒരു രക്ഷകർത്താവ് തിരിച്ചറിയേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അത് ഏറ്റവും നന്നായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നത് രക്ഷകർത്താക്കൾക്ക് തന്നെയാണ്, പേരൻസിന് തന്നെയാണ്. പേരൻസ് അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ അതിന് ഒരു പരിധിവരെ ടീച്ചേഴ്സിൻ്റെ സഹായം പേരൻസ് ചോദിച്ചാൽ അല്ലെങ്കിൽ ആവശ്യപ്പെടുക. 10ാം ക്ലാസ് വരെയുള്ള അതായത് നമുക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഴിവുകളുണ്ട്. ചില കാര്യങ്ങളിൽ 2-3 കാര്യങ്ങൾ വളരെ മിടുക്കരായിരിക്കും. ഇപ്പോൾ നന്നായിട്ട് പാട്ട് പാടുകയും പ്രസംഗം പറയുകയും ചെയ്യുന്ന ഒരു കുട്ടി ഹൈ മാത്തമാറ്റിക്സ് ഓറിയൻറ്റേഷൻ, ഒരു നമ്പർ സ്മാർട്ടായിരിക്കാം. ഇനി ചിലർ ഇൻ്റർപേഴ്സണലായിട്ടുള്ളവർ ലാംഗ്വേജ് സ്കില്ല് നന്നായിട്ടുണ്ടാകും. അപ്പോൾ ലിംഗ്വിസ്റ്റിക്കുമാണ്, ഇൻ്റർപേഴ്സണലുമാണ്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിൽ പല കുട്ടികൾ വരാം. ചിലർ പല കാര്യങ്ങൾ ആവറേജ് ആകാം. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വേണം. ഇപ്പോൾ നമ്പർ സ്മാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി വേണം തീർച്ചയായിട്ടും എഞ്ചിനീയറിങ്ങിലേക്ക് വരാൻ. കഷ്ടപ്പെട്ട് ചെയ്യുന്ന ആളല്ല, ഇഷ്ടപ്പെടുന്ന ആ കുട്ടി വേണം എഞ്ചിനീയറിങ്ങിലേക്ക് വരാൻ. അപ്പോൾ ലോജിക്കലായിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ ഒരു സ്ട്രീമിലേക്ക് വരേണ്ടത്. അതേസമയം ഒരു ടീച്ചറാകാനോ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആകാനോ ഒക്കെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള, ഇപ്പം ഭാഷാപരമായ കഴിവുള്ള കുട്ടികളുണ്ട്, അവരതിലേക്ക് വരിക. ഇനി ഒരു ലീഡർഷിപ്പ് വേണ്ട, ഇപ്പം പൊളിറ്റീഷ്യനായിട്ടോ അല്ലെങ്കിൽ മാനേജർ സെക്ടറിലേക്കോ മാർക്കറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ ഇൻ്റർപേഴ്സണലായിട്ടുള്ള ആളുകൾ വരണം. അതുപോലെ അഗ്രികൾച്ചർ സെക്ടറിലേക്കോ വെറ്റിനറി മേഖലകളിലേക്കോ ഒക്കെ നമുക്കറിയാം പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന നേച്ചറലിസ്റ്റിക് ആയിട്ടുള്ള ആൾ. അപ്പം അങ്ങനെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഇതൊക്കെ അസസ് ചെയ്യാനുള്ള പല ടെസ്റ്റുകൾ, ഇപ്പോൾ പേഴ്സണാലിറ്റി അസസ് ചെയ്യാം. ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. ചിലർ ഇൻ്റർപേഴ്സണലായിരിക്കും, മറ്റുള്ള ഇൻട്രാപേഴ്സണലായിരിക്കും. അപ്പോൾ അത് അസസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഇൻ്റലിജൻസ് ഏതാ ഉള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ കുട്ടി എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഏതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ഏത് രീതിയിലുള്ള എന്നൊക്കെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇതൊക്കെ കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ ഉള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തെങ്കിലേ അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. പക്ഷേ അതിലൊക്കെ നന്നായിട്ട് പേരൻസിനെ സഹായിക്കാൻ പറ്റും. കുട്ടികളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, അവനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, അത് അക്കാഡമിക്കും നോൺ അക്കാഡമിക്കുമായിട്ട് അല്ലെങ്കിൽ ഫ്രീ ടൈമിൽ അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുമ്പോഴാണ് അവൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഇതിലെ പേരൻസും ഒക്കെ അവനെ അഭിനന്ദിക്കാറുള്ളത്. അതുപോലെ നമുക്ക് കുട്ടികളുമായിട്ട് വീട്ടിലിരുന്ന ഒരു ചർച്ച, അത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഉള്ള അവരുടെ ഇഷ്ടങ്ങളൊക്കെ ചോദിക്കുമ്പം ഏകദേശം പേരൻസിന് അത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതോടൊപ്പം ചെയ്യാവുന്നൊരു കാര്യം അവൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനോട് ചോദിക്കുക, അവൻ്റെ പേഴ്സണാലിറ്റിയിലുള്ള അവൻ എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഇടപെടുന്നത്, അവൻ ക്ലാസ്സിൽ എങ്ങനെയാണ്, അവൻ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണോ, അതോ ഇനിയല്ല ഇൻട്രാപേഴ്സണലാണോ, അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതും അതിൻ്റെ കൂടെ തന്നെ ഈ അക്കാഡമിക്സ് പെർഫോമൻസും അറിയാമല്ലോ. ഇത് രണ്ടും കൂടെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടിയുമായിട്ട് സംസാരിച്ച് അപ്പം കാര്യങ്ങൾ അത്യാവശ്യം നമുക്കൊരു ബോധ്യം കിട്ടി. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് ഇതിനിടയ്ക്ക് മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഈ പ്രവേശന പരീക്ഷകൾ, ഇപ്പോൾ ഒരു കുട്ടിക്ക് മിലിറ്ററി സെക്ഷനിലേക്ക് പോകണം, ഡിഫൻസിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു, അപ്പോൾ അതിനുള്ള എക്സാമുണ്ട്. ഇനി ഷിപ്പിംഗ് സെക്ടർ മേഖലയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഇനി ലോയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ പൈലറ്റ് ആകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമുകളിലൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടാവും. ഇപ്പോൾ NDAക്കൊക്കെയാണ് മാത്സിൻ്റെ ഒരു പേപ്പർ തന്നെയാണ്, ഒരു ഫുൾ പേപ്പർ മാത്തമാറ്റിക്സാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അപ്പോൾ ലോ ആണെങ്കിലും അവിടെ ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡും ലീഗൽ റീസണിങ്ങും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മാത്സ് ഉള്ള ഒരു സ്ട്രീം, സ്പെഷ്യലി നമ്മുടെ സയൻസ് സ്ട്രീം ഒക്കെ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. ഇത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഇതിന് ശേഷം ഈ കുട്ടിയുടെ ഓറിയൻറ്റേഷൻ എന്താണെന്ന് പേരൻസിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും
ആ കുട്ടി ആ രീതിയിൽ ഡയറക്റ്റ് ചെയ്ത് ഇത് യഥാർത്ഥത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ 11ിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ അല്ലേ അസസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും വേണം. കാരണം 9ാം ക്ലാസ്സിൽ ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ 10ൽ. കാരണം 10 കഴിയുമ്പോൾ നമ്മളിപ്പോൾ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പം ഒരു കുട്ടിക്ക് മാത്തമാറ്റിക്സ് മാത്രമേ താല്പര്യമുള്ളൂ, സയൻസ് ഒട്ടും താല്പര്യമില്ല, അല്പം പോലും താല്പര്യമില്ലെങ്കിൽ ആ കുട്ടി സയൻസ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. കൊമേഴ്സ് സ്ട്രീം വഴി ആ കുട്ടിക്ക് പോകാം. കാരണം മാത്സ് മാത്രമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ. അതുപോലെ ഫിനാൻസ് കാര്യങ്ങൾ ഒക്കെ ആണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ അവൻ ഈ സയൻസ് എടുത്തതിന് ശേഷം വേണമെങ്കിൽ നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയുള്ള സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഡൽഹിയിലുള്ള കോളേജസ്, ഇവിടെയൊക്കെ ഇക്കണോമിക്സ് പ്രോഗ്രാമൊക്കെ ചെയ്ത് അതുവഴി മാനേജ്മെൻറ്റിലേക്കൊക്കെ പോകാം. അപ്പോൾ അതിനൊക്കെ സയൻസ്, മാത്സ് ഉള്ള ഒരു സയൻസ് എടുക്കണം കാരണം എന്ന് മാത്രമാണ്. മാത്തമാറ്റിക്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ്. ഒരു BSc പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ പോലും ഞാൻ പറയാറുണ്ട്, നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ക്ലിയർ ചെയ്യണമെങ്കിൽ അത് മാത്സ് ചെയ്യുകയാണ് നല്ലത്. അല്ലെങ്കിൽ ഇക്കണോമിക്സ് പഠിക്കുമ്പോഴും അതിൽ നമുക്ക് മുന്നേറണമെങ്കിൽ മാത്സിൻ്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. അതുപോലെ ജോബി സാറ്, +2 കഴിയുമ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ സാധ്യതകൾ നിരവധിയുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രവേശന പരീക്ഷ ഉള്ളത് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു നല്ല എഞ്ചിനീയർ എന്നുള്ള നിലയിലോട്ടാണ് നമുക്ക് പോകേണ്ടതെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ +1 +2 ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്? അതുപോലെ തന്നെ മെഡിക്കൽ ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ അയാൾ എന്താണ് +1 +2 ഫോക്കസ് ചെയ്യേണ്ട ഒരു പഠന രീതി? ഏത് സബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം? ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് സാർ മാത്തമാറ്റിക്സ് പറഞ്ഞതുപോലെ തന്നെ മെഡിക്കലിൽ, പിന്നെ എഞ്ചിനീയറിംഗ് മെഡിക്കലിനും ഒക്കെ അപ്പുറം സാർ പറഞ്ഞ പോലെ മൾട്ടി ഡിസിപ്ലിനറി കാലത്തോട്ട് വരുമ്പോൾ ഇതിനപ്പുറത്തുള്ള സാധ്യതകൾ, എഞ്ചിനീയറിംഗ് മെഡിക്കലിന് അപ്പുറത്തുള്ള സാധ്യതകൾ അതെന്തൊക്കെയായിരിക്കാം? +2 ശേഷം ഒരു കുട്ടിക്കുള്ള സാധ്യതകൾ, അതിനുവേണ്ടി +2 കൊടുക്കേണ്ട സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം? എഞ്ചിനീയറിംഗ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആണ്. അതിൽ ഇവർക്ക് പ്രവേശന പരീക്ഷകൾ JEE അഡ്വാൻസ്, JEE 2 ലെവലുണ്ട്. JEE മെയിൻ, NITകളിലേക്കും IIITകളിലേക്കും, സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, IITകളിലേക്കും, നമ്മുടെ തിരുവനന്തപുരത്ത് IIST ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ JEE അഡ്വാൻസ്ഡ് വരും. പിന്നെ ഈ ഒരു JEE മെയിനും അഡ്വാൻസ്ഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാംഗ്ലൂരുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലേക്ക് റിസർച്ചിലേക്കും പോകാനുള്ള അവസരങ്ങളുണ്ട്. പിന്നെ അതിന് താഴേക്ക് വരുമ്പോൾ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് കീമിൻ്റെ എക്സാം, പിന്നെ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ്, പിന്നെ ബിറ്റ്സ് പിലാനി പോലെയുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡീംഡ് ടു ബി എന്ന് പറയുമ്പോൾ VIT, SRM, മണിപ്പാൽ, അമൃത, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ അഡ്മിഷൻ ഉണ്ട്. എല്ലായിടത്തും അങ്ങനെ വരുള്ളൂ, അത് പരീക്ഷ വരുള്ളൂ. ചില സ്ഥാപനങ്ങളിൽ ഇംഗ്ലീഷ് കുറച്ച് ക്വസ്റ്റ്യൻ, അങ്ങനെയൊക്കെ ചില വ്യത്യാസം. അല്ല, ഇതാണ് ഈ 3 സബ്ജക്റ്റാണ്. ചിലയിടത്ത് മാത്സിൻ്റെ ക്വസ്റ്റ്യൻ എണ്ണം കൂടാറുണ്ടെന്ന് മാത്രം. പക്ഷേ സാർ പറഞ്ഞതുപോലെ തന്നെ ഒരു എഞ്ചിനീയർ മാത്തമാറ്റിക്സ് അറിയാവുന്ന ആളായിരിക്കണം എന്നുള്ളൊരു, മാത്സ് ഇഷ്ടപ്പെടുന്ന ആളായിരിക്കണം. കാരണം ഫിസിക്സിൻ്റെ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് എഞ്ചിനീയറിങ് എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ വരുന്ന, നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം കൂടുതൽ എളുപ്പമുള്ളതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഒരു എഞ്ചിനീയർ ചെയ്യുന്നത്. അപ്പം അതിന് മാത്സിൻ്റെ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഈ JEEയുടെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റീഷ്യൻസ് ആയിരിക്കണം NITയിലും IITയിലും വരേണ്ടത് എന്നുള്ള ഒരു മുൻധാരണ ഉള്ളത്. കാരണം നമുക്കറിയാം കെമിസ്ട്രി ഇപ്പം JEE മെയിനെ സംബന്ധിച്ച് പറഞ്ഞാൽ 25-ൽ ഒരു 22, 23 കുട്ടികൾ മിക്കവാറും ഒക്കെ ഒരു 99ലേക്ക് വരുന്നവർ ചെയ്യാറുണ്ട്. ഫിസിക്സും ഇപ്പോഴേ പഴയ അത്രയും ബുദ്ധിമുട്ടില്ല, അതിനടുത്തൊക്കെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഉണ്ട്. അപ്പം മാത്സ് നമ്മൾ എന്തുമാത്രം ചെയ്താലും ഈ പറയുന്ന ഒരു 20-ന് മുകളിലേക്കൊന്നും അങ്ങനെ എത്താൻ പറ്റുന്നില്ല. കാരണം ക്വസ്റ്റ്യൻ വളരെ ലെങ്തിയാണ്. അപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ 3നും ഒരേ രീതി മാർക്ക് ഒരുപോലെയാണെങ്കിലും കെമിസ്ട്രി നമുക്ക് ഏറ്റവും സ്കോർ ചെയ്യാം. തൊട്ട് അടുത്ത് തന്നെ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നോക്കിയാൽ ഫിസിക്സും അതിനോട് ഒരു മോഡറേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. പക്ഷേ മാത്തമാറ്റിക്സിലാണ് നമുക്ക് അവിടെ മാർക്ക് കുറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടോപ്പ് റാങ്കിലേക്ക് വരാനും ഒരു ടോപ്പ് NITയിലേക്കും ഒരു ടോപ്പ് ബ്രാഞ്ചിലേക്കും ഒക്കെ കിട്ടണമെങ്കിൽ മാത്സ് ശ്രദ്ധിക്കണം. കാരണം നമുക്ക് അതുപോലെ അഡ്വാൻസ്ഡിലേക്ക് വരുമ്പോഴുള്ള പ്രോബ്ലം, നമുക്ക് ഇപ്പം വെക്ടർ ആൾജിബ്രയും കാൽക്കുലസും പ്രോബബിലിറ്റിയും സ്റ്റാറ്റിയും ഇതെല്ലാം സാർ പറഞ്ഞ പോലെ എല്ലാം മിക്സ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. അപ്പം ഈ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. മെഡിക്കലിൻ്റെ ഒരു ആസ്പിരൻ്റ് ആണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തന്നെയാണ്. പക്ഷേ ഫിസിക്സിന് ഒരു പ്രാധാന്യം കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഫിസിക്സ് ഇപ്പം നമുക്കിപ്പോൾ കൂടുതൽ കുട്ടികളാണ് ഫിസിക്സ് പാടാണ് എന്ന് പറയുന്നൊരു ഇത് ഈ മെഡിക്കൽ കുട്ടികൾ കാണിക്കുന്നൊരിതുണ്ട്. അത് ഈ മാത്തമാറ്റിക്സിനോടുള്ള ഭയമാണോ കാര്യം? ഫിസിക്സ് ഇഷ്ടപ്പെടാത്ത കുട്ടി മെഡിസിൻ ആഗ്രഹിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഫിസിക്സ് വേണം. കാരണം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇതൊരു ഹൈ സ്കോറിങ് എക്സാമാണ്. ഫിസിക്സിന് സ്കോറാണ്
നീറ്റിൻ്റെ നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മാത്സ് തീർച്ചയായിട്ടും പ്ലസ് ടു പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫിസിക്സിൻ്റെ കോൺസെപ്റ്റുകൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അത് വീണ്ടും വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാനും പ്രോബ്ലം സോൾവിങ് നടത്താനും ആ ഒരു സ്കില്ല് പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്ത് ഫിസിക്സ് ഇഷ്ടപ്പെട്ട് നമ്മൾ വരണം. അങ്ങനെ വന്നെങ്കിലേ നമുക്ക് നീറ്റാണ് എക്സാം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മുടെ സ്കോറ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല കുട്ടികളും പരീക്ഷ എഴുതി കഴിയുമ്പം എക്സാം എളുപ്പമാണെന്ന് പറയും, പക്ഷെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല. എക്സാം എളുപ്പമാണെങ്കിൽ എഞ്ചിനീയറിംഗും മെഡിക്കലിനും ഒക്കെ അപ്പുറത്ത് റിസർച്ചിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ CUET പോലുള്ള എക്സാമുകളുടെ സാധ്യതകൾ അത് എന്തൊക്കെയായിരിക്കും? ഈ പല സബ്ജക്റ്റുകളുടെ കോമ്പിനേഷനൊക്കെ നമുക്കിപ്പം അവൈലബിൾ ആണല്ലോ. ഈ 4 സബ്ജക്റ്റ് തന്നെയാണ്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. അപ്പോൾ റിസർച്ചിലേക്ക് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെങ്കിലും, അത് ഐസർ ആണെങ്കിലും നൈസർ ആണെങ്കിലും IISc ആണെങ്കിലും IACS ആണ്, ഇങ്ങനെയുള്ള ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമുക്ക് പോകണമെങ്കിലും ഈ 4 സബ്ജക്റ്റ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ചിലയിടത്ത് ബെസ്റ്റ് ഓഫ് 3 ഒക്കെ എടുക്കാറുണ്ടെങ്കിലും പൊതുവെ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. പിന്നെ CUETയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഈ പറയുന്ന പ്രൊഫഷണൽ മേഖലകളിലേക്ക് പോകാൻ താല്പര്യമില്ല, മറ്റൊരു രീതിയിൽ കരിയർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പഠിക്കുകയും ചെയ്യാം. കരിയർ ഡെവലപ്പ് ചെയ്യാൻ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർ നല്ലൊരു എക്സ്പോഷറൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അവരെ സംബന്ധിച്ച് CUET വലിയൊരു സാധ്യതയാണ്. പക്ഷേ മലയാളികൾ ആ ഒരു രീതിയിൽ അതിനെ എടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഒരു സങ്കടകരമായ ഒരു കാര്യമാണ്. ആ ഒരു പ്രാധാന്യം CUET കൊടുക്കുന്നുണ്ടോ? നമ്മളിപ്പോഴും മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, നീ മെഡിസിന് പോവുക അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിസിൻ മാത്രം, അങ്ങനെ ഒരു രീതിയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല, നമുക്ക് CUETക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. കാരണം അതിനുശേഷം നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ ഓരോ വർഷവും പുതിയ പുതിയ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും യൂണിവേഴ്സിറ്റികളും CUETയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് അതിന് സെക്കൻഡ് ഇയറിലെ പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പഠിച്ച വിഷയങ്ങൾ മാത്രം എഴുതിയാൽ മതി, എന്നിട്ട് നമുക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ സ്ട്രീം ക്രോസ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചത് എഴുതിയാൽ മതി. പിന്നെ അഗ്രികൾച്ചറിലൊക്കെ നല്ല സാധ്യതയുണ്ട്. ICAR വഴി നമുക്ക് നല്ല എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും CUET ഉണ്ട്, നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ലോയുടെ എക്സാം വരുന്നുണ്ട്. ലോയൊക്കെ പഴയ രീതിയിലല്ല. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ സാലറി വാങ്ങുന്ന അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് വരുമാനം കിട്ടുന്ന ഒരു മേഖലയായിട്ട് ലോ സെക്ടറൊക്കെ മാറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ലോയിലൊക്കെ. അപ്പോൾ ലോയുടെ ക്ലാറ്റ് എക്സാം ഉണ്ട്. മാനേജ്മെൻറ്റ് ഇപ്പോൾ പ്ലസ് ടു കഴിയുമ്പം തന്നെ നേരിട്ട് മാനേജ്മെൻറ്റിലേക്ക് പോകുന്നുണ്ട്. അത് ഈ പറയുന്ന ഇൻറ്റഗ്രേറ്റഡ് ബാച്ചിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ നമ്മൾ വിചാരിക്കുക അവർ മെഡിസിനും എഞ്ചിനീയറിംഗ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയല്ല. അത് തന്നെയാണ് പ്രധാനം. രണ്ടാമത്തെ ഏറ്റവും പ്രധാന പോയിന്റ്, മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനും മാത്രമാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യുന്നൊരു ധാരണ എല്ലായിടത്തും ഉണ്ട്. ഒരിക്കലുമല്ല. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ റീസണിങ്ങും ഒക്കെ എല്ലാ എക്സാമിനേഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മാസമുള്ള ഈ പറയുന്ന മെഡിസിനും എഞ്ചിനീയറിംഗ് വളരെ വളരെ ഡീപ്പായിട്ട് പഠിച്ച് പോകുന്നത് നല്ലതാണ്. മാസം ഉള്ള പ്രോഗ്രാമുകൾ അതിനുവേണ്ടിയുള്ള കോച്ചിങ്ങുകൾ എടുക്കുന്നതാണ്. അങ്ങനെ ഒരുപാട് കുട്ടികൾ പോകുന്നുണ്ട്. ഇപ്പോൾ IPM ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് നമ്മുടെ പല IIMകളും ആരംഭിച്ചിട്ടുണ്ട്. ഇൻഡോറിലുണ്ട്, റോത്തക്കുണ്ട്, റാഞ്ചിയുണ്ട്, ബോധ്ഗയ ഉണ്ട്, അതുപോലെ IIFT, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കുള്ള അവസരങ്ങളാണ്. അതൊക്കെ കുട്ടികൾ മനസ്സിലാക്കി ലോയിലേക്ക്. പിന്നെ ഡിസൈനിങ്ങിലേക്ക് പോകാം. ഡിസൈനിങ് ഒരു ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡാണ്. എങ്കിലും UCD പോലെയുള്ള എക്സാമിന് ഈ പറയുന്ന ഒരു അല്പം മാത്തമാറ്റിക്കൽ ലോജിക്കലൊക്കെ ഉള്ള കുട്ടികൾ കയറി വരുന്നതായിട്ട് കാണുന്നുണ്ട്. IITകളിലാണത്. അതുകൊണ്ട് അതിനൊരല്പം ക്വാണ്ടിറ്റേറ്റീവ് കണ്ടൻറ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറയുന്ന NIDയിലോ അല്ലെങ്കിൽ IITയിലെ UCD വഴിയോ ലോ സ്കൂളിൽ ക്ലാറ്റ് വഴിയോ IIMകളിൽ IPM വഴിയോ ഒക്കെ കിട്ടുന്നത് നമ്മുടെ IITകളിൽ എഞ്ചിനീയറിങ്ങിന് കിട്ടുന്നതിൻ്റെ ഏകദേശം ആ ഒരു പാക്കേജിലൊക്കെ തന്നെ കുട്ടികൾക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യാൻ നല്ല രീതിയിൽ നമ്മൾ പുറത്തേക്കൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിപ്പം നമ്മുടെ വഴികൾ അറിയത്തില്ല. മെഡിസിൻ എഞ്ചിനീയറിംഗ് മാത്രമാണെന്നോ അല്ലെങ്കിൽ ഇത് രണ്ടും എനിക്ക് പറ്റിയാലോ എന്നാൽ ഞാൻ വിട്ടുപോയേക്കാം, അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇതിൽ തന്നെ ഈ ഒരു രീതി നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ നമുക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് നന്നായിട്ട് പഠിക്കുക. അതിൽ നിന്നുകൊണ്ട് നമുക്ക് ഗ്രോത്ത് ഉണ്ടാക്കാനും ഇവിടെ തന്നെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. നമ്മളിപ്പം കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷം നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നമുക്ക് ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യയിൽ നടക്കുന്നതിനെക്കുറിച്ച് കുട്ടികൾക്ക് അറിവില്ലായിരിക്കും. ഇവൻ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്, ഇപ്പോൾ പെരുമ്പത്തൂരൊക്കെ പുതിയ ഇലക്ട്രോണിക്സ് ഫാക്ടറീസ് വരികയാണ്.
അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ, ഗുജറാത്തിൽ, ഈവൻ ആസാമിൽ പോലും നമുക്ക് നമ്മുടെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന രീതിയിൽ വലിയ വ്യവസായങ്ങൾ വരാത്തത്. അപ്പോൾ ഇന്ത്യയിൽ സാധ്യതകളുണ്ട്, നല്ല രീതിയിൽ ഉണ്ട്. പിന്നെ വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന മറ്റ് പല പ്രശ്നങ്ങളും നമ്മളെ ഇതുവരെ ബാധിച്ചിട്ടില്ല. യുദ്ധങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്, അത് ഇതുവരെ ഇന്ത്യയെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇന്ത്യ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാധ്യതകൾ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കി ഇവിടെ തന്നെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുക. പക്ഷേ അതിനുള്ളൊരു ബേസാണ് ഈ +1 +2 എന്നുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എന്താണോ പഠിക്കാൻ ഉള്ളത് അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. കാരണം ഇത് കഴിഞ്ഞ് ഒരു എൻട്രൻസ് എക്സാം എഴുതിയെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ കിട്ടും. തീർച്ചയായിട്ടും. അല്ല നമ്മുടെ ആ മാർക്ക് കൊണ്ട് നമുക്ക് കിട്ടുന്നത് നമുക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ടാവും, ഒരു പക്ഷേ നമുക്ക് സാധിക്കില്ലായിരിക്കും. അങ്ങനെയുള്ള നല്ലൊരു സ്ഥാപനത്തിൽ ആ ഒരു എക്സ്പോഷറും ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന നമ്മുടെ പിയർ ഗ്രൂപ്പൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിപ്പോൾ എവിടെ പഠിക്കുകയാണെങ്കിലും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രവേശന പരീക്ഷ ഏത് മേഖലയും ആയിക്കോട്ടെ, അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല, ഏത് മേഖലയാണേലും അത് വേണം. അതിന് മാർക്സുള്ള ഒരു സബ്ജക്റ്റ് കോമ്പിനേഷൻ എടുത്ത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിന് ശേഷമാകട്ടെ +2 കഴിഞ്ഞിട്ടാകട്ടെ എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. +2വിന് ശേഷം നമ്മൾ അടുത്ത കോഴ്സിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാലമാണ്. തീർച്ചയായിട്ടും. കാരണം 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള എല്ലാ രക്ഷിതാക്കളുടെയും ആവലാതികളാണ് ഒരുപക്ഷെ ജോബി സാറ് ഏറ്റവും കൃത്യമായ രീതിയിൽ നമ്മളുമായിട്ട് പങ്കുവച്ചത്. ഏത് മേഖലകളിലോട്ട് പോകണം, എന്തായിരിക്കണം ആറ്റിറ്റ്യൂഡ്, എങ്ങനെ നമുക്ക് കുട്ടിയെ നമുക്കൊന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും, എന്തിന് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ചെയ്യണം, എൻജിനീയറിങ്ങും മെഡിക്കലും അപ്പുറത്തുള്ള സാധ്യതകൾക്കും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എങ്ങനെയാണ് നമ്മുടെ കുട്ടിക്ക് ഉപകാരപ്പെടുന്നത്, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എടുത്തു കഴിയുമ്പോൾ ഈ സബ്ജക്റ്റുകളെ +1ൻ്റെയും +2വിനുമുള്ള ഈ സബ്ജക്റ്റുകളെ നമുക്ക് എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഉപയോഗപ്രദമാകുന്നത്, എല്ലാ കാര്യങ്ങളിലും കൃത്യമായൊരു പോയിന്റുകൾ ഒരിക്കൽ കൂടി നിങ്ങളത് ഒരിക്കൽ കേട്ട് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ഇത് സാവധാനം നിങ്ങൾ കേട്ട് നോക്കുക. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ +2വിന് ശേഷം എന്താവണം എന്നുള്ളതിനുള്ള എല്ലാ ഉത്തരങ്ങളും സാറിൻ്റെ വാക്കിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. തീരുമാനം നിങ്ങളുടേതാണ്. ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് തീർച്ചയായിട്ടും +1 +2വിനോടൊപ്പം തന്നെ ചെയ്യുന്നതാണ് 100% വിജയകരമായ ഒരു കരിയറിലേക്ക് പോകാനുള്ള സാധ്യതകൾ നമുക്ക് മുമ്പിൽ തുറന്നിടുന്നത്. നമ്മളോട് ഇത്ര നേരം സംസാരിച്ച ജോബി സാറിന് ഒത്തിരി എല്ലാവരുടെയും പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.